അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു പൊട്ടാറ്റോ ഫിംഗറാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിനാദ്യമായി വേണ്ടത് 4 പൊട്ടാറ്റോ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചതാണ്. 1/2 കപ്പ് റവ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചത്, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 കപ്പ് വെള്ളം, ഇതെല്ലാമാണ്. ഇനി ആദ്യമായി നമുക്ക് വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്യാം. ഒന്നിപ്പം ഗ്രേറ്റ് ചെയ്തു, അതുപോലെ ബാക്കിയുള്ളതും കൂടി ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായി തിളക്കുമ്പോൾ 1/2 കപ്പ് റവ ആഡ് ചെയ്യാം. റവ ഒന്ന് തിളക്കുമ്പോൾ നന്നായി മിക്സാക്കി എടുക്കുക. കയ്യിലുകൊണ്ടൊന്ന് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും കൂടി ബൗളിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ വേവിച്ച് വെച്ച റവയും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറുതായി മുറിച്ച മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഇവയെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സാക്കാം. അപ്പം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം പാൻ വെക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമ്മുടെ പൊട്ടാറ്റോ മിക്സ് ഫിംഗർ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പം എല്ലാം ഞാൻ ഫിംഗറിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. അടുപ്പിച്ച് ഇടരുത്, വിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ഡിഷിലേക്ക് കോരി എടുക്കാം. അപ്പം നമ്മുടെ പൊട്ടാറ്റോ ഫിംഗറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതൊരു ടേസ്റ്റാണ് ചാട്ട് മസാലയും കൂടി ആഡ് ചെയ്താൽ. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയായ പൊട്ടാറ്റോ ഫിംഗർ സെർവ് ഡിഷിലേക്ക് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. താങ്ക് യു.